ഹലോ ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് കോഴ്സ് മെറ്റീരിയൽസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതിനെ പറ്റിയൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കോഴ്സിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷൻ തന്നെ നോക്കാം. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ അതിന്റെ നോട്ട്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കി മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. എന്താണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്നുള്ളത് പഠിക്കാം. ഓക്കെ, ആദ്യം ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്നുള്ളതിന് മുമ്പ് നമുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്താണ് വെബ്സൈറ്റ് എന്നുള്ളത് നോക്കാം. ബേസിക്കലി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. വെബ്സൈറ്റ് ഒരു ലിങ്ക് നമ്മൾ ക്രോമിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്കൊരു വെബ്സൈറ്റിലൂടെ ആയിരിക്കും. ഇതിൽ ഈ കാണുന്ന ഈ വെബ്സൈറ്റിൽ ഒരുപാട് പിക്ചേഴ്സുകളും ഒരുപാട് ടെക്സ്റ്റുകളും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്. ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്, ഒരു വെബ്സൈറ്റിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് അതിന്റെ ഫ്രണ്ട് എൻഡും, രണ്ട് അതിന്റെ ബാക്ക് എൻഡും. ഫ്രണ്ട് എൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ കാണുന്ന ലുക്ക് ആൻഡ് ഫീൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതായത് ഇതിൽ ഇമേജസ് വരുന്നു, ഇവിടെ ഓരോ പോപ്പപ്പുകൾ വരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. പക്ഷെ ബാക്ക് എൻഡ് എന്ന് പറയുന്നത്, നമ്മളിപ്പം ഇതിലേക്ക് എന്തെങ്കിലും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡീറ്റെയിൽസ് വരുന്നു, അല്ലെങ്കിൽ ഈ ഇമേജുകളൊക്കെ നമുക്ക് കാണുന്നു, ഈ ഡീറ്റെയിൽസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് ഒരു സെർവറിലായിരിക്കും. അപ്പോൾ സെർവറിൽ നിന്ന് ഡേറ്റ എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ബാക്ക് എൻഡിൽ വരുന്നത്. അപ്പോൾ ഒരു വെബ്സൈറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ, സാധാരണ രീതിയിൽ ഒരു വലിയ ഒരു വെബ്സൈറ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഒരു കമ്പനിക്ക് രണ്ട് ആൾക്കാരുടെ ആവശ്യമുണ്ട്. ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പറിന്റെയും ഒരു ബാക്ക് എൻഡ് ഡെവലപ്പറിന്റെയും ആവശ്യമുണ്ട്. ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആ വെബ്സൈറ്റ് എങ്ങനെ വേണമെന്നുള്ളത് ഡിസൈൻ ചെയ്തെടുക്കും. ബാക്ക് എൻഡ് ഡെവലപ്പർ അതിൽ ഡേറ്റ എങ്ങനെയാണ് പ്രോസസ് ചെയ്യേണ്ടത്, അതിന് സെക്യൂരിറ്റി എങ്ങനെയാണ് വേണ്ടത്, അങ്ങനെ മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു ബാക്ക് എൻഡ് ഡെവലപ്പർ ആയിരിക്കും ചെയ്യുന്നത്. ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരാൾ തന്നെ ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുന്നതിനെയാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്ക് എൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫ്രണ്ട് എൻഡ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് രണ്ടും ചെയ്യുന്ന ഒരാളിനെയാണ് ഫുൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാക്ക് എൻഡിന് ഏതൊക്കെ ലാംഗ്വേജസിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നു ഒന്നും കൂടെ നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ബാക്ക് എൻഡിന് യൂസ് ചെയ്യുന്നത് C#, ജാവ, പൈത്തൺ, PHP പോലുള്ള ലാംഗ്വേജുകളാണ്. ഇവ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ബാക്ക് എൻഡിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഫ്രണ്ട് എൻഡിന് ഒരുപാട് ലൈബ്രറീസും ഒരുപാട് ഫ്രെയിംവർക്കുകളൊക്കെ നമുക്കുണ്ട്. പ്രധാനമായിട്ട് ആംഗുലാർ, റിയാക്ട്, Vue.js എന്നൊക്കെ പറയുന്ന കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ടും വരുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെബ്സൈറ്റിനെ പറ്റിയാണ് അല്ലേ. ഇപ്പോൾ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ഒരു വെബ്സൈറ്റ് മാത്രമാണോ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അയാൾക്കൊരു മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റും ചെയ്യാൻ പറ്റും. മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് അയാൾക്കൊരു ബാക്ക് എൻഡ് ആയിട്ട് അല്ലെങ്കിൽ ഡേറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അയാൾ ബാക്ക് എൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു C#, ജാവയോ പൈത്തണോ എന്തെങ്കിലുമൊക്കെ പഠിച്ചിരിക്കണം. പ്ലസ് ഫ്രണ്ട് എൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതൊരു മൊബൈൽ ആപ്പാണ്. അപ്പോഴും പുള്ളിക്കാരന് ഈ പറഞ്ഞ ആംഗുലാർ ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അവിടെ ആൻഡ്രോയിഡ്, iOS പോലുള്ള ലാംഗ്വേജുകളും പഠിക്കേണ്ടി വരും. എന്നിരുന്നാൽ കൂടെ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് അതിന്റെ ബാക്ക് എൻഡ് ലാംഗ്വേജ് ആണ്. അതാണ് ഞാൻ ഇതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാര്യം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാളിപ്പം വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും കോമൺ ആയിട്ടുള്ള വർക്ക് ബാക്ക് എൻഡ് വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൽ കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ ഈ കോഴ്സിൽ എന്താണ് പഠിക്കുന്നത് എന്നുള്ളത് നോക്കാം. നമ്മളിതിൽ പഠിക്കുന്നത് .NET ആണ്. .NET ആണ് നമ്മുടെ ബാക്ക് എൻഡ് ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫ്രണ്ട് എൻഡിൽ ആംഗുലാർ എന്ന് പറയുന്ന ലാംഗ്വേജും ഡേറ്റാബേസ് ആയിട്ട് MySQL എന്നുള്ളത് അല്ലെങ്കിൽ MSSQL എന്നുള്ള ഡേറ്റാബേസ് ആണ് യൂസ് ചെയ്യുന്നത്. വേറെയും പല ഡേറ്റാബേസുകളൊക്കെ ഉണ്ട്. NoSQL, MongoDB എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലോട്ടൊക്കെ നമ്മൾ പിന്നെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്നുകൊണ്ട് ഫുള്ള് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് .NET ആണ്. .NET തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് C#. അപ്പോൾ C# വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പിന്നെ ആംഗുലാറിന്റെ ലേറ്റസ്റ്റ് വെർഷനും ഡേറ്റാബേസും ആയിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കൺക്ലൂഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, എന്താണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതർ ഒരു വെബ്സൈറ്റോ ഒരു മൊബൈൽ ആപ്പോ ഡെവലപ്പ് ചെയ്യുന്ന ഒരാള് അയാൾ തന്നെ അതിന്റെ ബാക്ക് എൻഡ് കാര്യങ്ങളും ഫ്രണ്ട് എൻഡ് കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാളെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് പറയാൻ പറ്റും. കമ്പനികൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. കാര്യം അവർക്ക് ഒരുപാട് വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അവർ ഒരു വാല്യുബിൾ റിസോഴ്സ് ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.